ലക്ഷ്മേ കഥ പറ. ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എത്ര രൂപ കളഞ്ഞു? അച്ഛാ, ഈ ബ്യൂട്ടി പാർലർ പോയിട്ട് അവൾ എത്ര രൂപ കളഞ്ഞെന്നാണ് ഇപ്പോൾ വിഷയം. അതൊക്കെ ഒരു സ്വകാര്യ കാര്യങ്ങളല്ലേ. സ്വകാര്യമാണെങ്കിൽ അവളെ പൈസ ആയിരിക്കണം. ഇത് കഷ്ടപ്പെട്ട് സിദ്ധുവിന്റെ പൈസയാണ് അയച്ചത്, അറിയാം? അതാണ് എനിക്കും പറയാനുള്ളത്. അത് ഭർത്താവിന്റെ പൈസയാണ്, അല്ലാണ്ട് അച്ഛന്റെ പൈസ അല്ലല്ലോ. അച്ഛാ, ഇതിപ്പോ അവളുടെ പൈസ, സിദ്ധുവിന്റെ പൈസ അങ്ങനെയൊന്നുമില്ല. ഇത് അവരുടെ പൈസയാണ്. വിടിച്ചാ. അയ്യോ, ഞാൻ പഴഞ്ചനായിട്ട് അറിയാതെ പറഞ്ഞേടേ, അങ്ങ് വിട്ടുകളാ. പക്ഷെ ഈ കള്ളം പറഞ്ഞിട്ട് എന്തിനാ അവള് ബ്യൂട്ടി പാർലറിൽ പോയത്? ബാല, ഞാൻ കാര്യം പറയട്ടെ. ഇപ്പൊ ഞാൻ അവള് ബ്യൂട്ടി പാർലറിൽ പോയതാണെന്ന് പറഞ്ഞ നിങ്ങൾ ഇപ്പൊ ഉണ്ടാക്കണ ഈ വഴക്ക് അന്നേരം ഉണ്ടാക്കും. അവൾക്ക് പോകാൻ പറ്റും. എടി, അവള് ബ്യൂട്ടി പാർലർ പോയി. എനിക്കെന്താ സ്വകാര്യതല്ലേ? ഈ സ്വകാര്യത എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അതിപ്പൊ കിട്ടിയതാണ്. കുറച്ച് മുമ്പ് ചെറുത്ത് ഈ ബ്യൂട്ടി പാർലർ എന്ന് പറഞ്ഞ വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ ലച്ചു ചേച്ചി വലിച്ചു കയറി ഭിത്തിയിലൊട്ടിച്ചേരാൻ. ഉറപ്പായും ഈ പെണ്ണിന്റെ അടുത്ത് മര്യാദയ്ക്കാൻ പറ. ഒരുമാതിരി ഫിസിൽ വിഴിഞ്ഞ സൗണ്ട് പറയാനുള്ള സൗണ്ടും ഈ കൊച്ചിനെ കണ്ണെടുത്താൻ കൊണ്ടുപോട്ടാ. ഇവക്കെന്നെ ഇഷ്ടമല്ല. അത് തന്നെയാണ് അവളും പറയണത്. ബാലുവിന് അവളെ ഇഷ്ടമില്ല എന്നാണ് അവൾ എപ്പോഴും പറയണത്. അമ്മയ്ക്ക് സംശയം ഉണ്ടോ കാര്യത്തില്? നിനക്ക് സംശയം ഉണ്ടോ? ചേട്ടന് സംശയം ഉണ്ടോ? ഇവിടെ ആർക്കും സംശയമില്ല. അച്ഛൻ എന്നെ കണ്ണെടുത്താൽ കണ്ടോ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇവിടെ മുടിയൻ ചേട്ടൻ, മൂത്ത പുത്രൻ നീലു ആണെങ്കിലോ എന്റെ നീലു. പിന്നെ ഇവനെ പറയണ്ട, മക്കളെ കേശു ഇത് പറഞ്ഞു തീർക്കൂല അച്ഛൻ. അത്ര പൊന്നാരമാണ്. ഇവിടെ പിന്നെ അച്ഛന്റെ നിധി, ആ അകത്തിരിക്കണ സാധനോ എന്റെ പിള്ള. ഞാൻ മാത്രം കുരുട്ട് അടയ്ക്കുരുവി സാധനം, കൊച്ച്, പെണ്ണ്, അത് ഇത്. പണ്ടൊക്കെ ഉണ്ടല്ലോ അച്ഛൻ ഞാൻ കറുത്തിട്ടാണ് എനിക്കൊട്ടും നേരിട്ട് പറഞ്ഞിട്ട് എന്തോരം എന്നെ കളിയാക്കിയിട്ടുണ്ട്. അച്ഛനൊരു റേസിസ്റ്റ് ആണ്, റേസിസ്റ്റ്. ഞാൻ അങ്ങനെ താളൊന്നുമല്ല. അച്ഛനെ വർണ്ണ പറയുന്നത് വിളിച്ചത്. അയ്യോ, ഞാൻ അങ്ങനെ താളല്ല. ഒന്നാമത് ഈ കളർ തിരിച്ചറിഞ്ഞു. എനിക്ക് കളർ ബ്ലൈൻഡ്നസ് ഉണ്ട്. എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ അങ്ങനെ താളല്ല. ആവശ്യമെന്ന് പറഞ്ഞില്ല കേട്ടാ. മര്യാദക്ക് ഇറങ്ങ്. എന്നെ സ്വഭാവം പറ്റില്ലേ? ഒന്ന് തുറക്കടി. അച്ഛൻ കിടന്ന് ഭ്രാന്ത് പിടിക്കണില്ലേ? ഇതൊന്ന് തുറക്ക്. കൊച്ച വാടക വീടാണ്. എന്റെ അച്ഛൻ പൈസ കൊണ്ട് കൊടുക്കും. ചവിട്ടി പൊളിച്ചാ ചവിട്ടി പൊളിക്കാൻ. ലച്ചു, നീ ഇറങ്ങിയില്ലെങ്കിൽ ഞാൻ സിദ്ധുവിന്റെ വിളിച്ച് പറയും നീ എന്റെ അടുത്ത് ചോദിക്കാതെ നീ ബ്യൂട്ടി പാർലറിൽ പോയെന്ന്. ചെറിയ പ്രശ്നമല്ലേ? ചെറിയ പ്രശ്നം തന്നെ ഭാവിയിൽ വലിയ പ്രശ്നമാണ്. ഇതിന് വളം വെച്ചു കൊടുക്കാൻ പാടില്ല. ഒന്നാണ് ബാലു കള്ളം പറയും. ബാലുവിന്റെ നാവിന്ന് കള്ളം വീഴൂല. എന്റെ മക്കളെ കള്ളം പറയാൻ ഇഷ്ടമല്ല. ഞാൻ കള്ളത്തെ പ്രോത്സാഹിപ്പിക്കില്ല. കറക്റ്റ്. വെള്ളിമുങ്ങ കഥ അടച്ച് അകത്തിരുന്നു കേട്ടാ. ഈ പുറത്തിറങ്ങുമല്ല, ഞാൻ എടുത്തോളാം. എന്ത് സ്വഭാവമാണിത്? എടാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഇവള് ബ്യൂട്ടി പാർലറിൽ പോയ കാര്യം ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ? അത് അവൾ അറിഞ്ഞിട്ടില്ലല്ലോ. പിന്നെന്തിനാ അവൾ അകത്ത് കയറിയിരിക്കണ വാലടച്ചിട്ട്? അത് ശരിയാണല്ല. അല്ലമ്മ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ അച്ഛൻ ഇപ്പോഴൊക്കെ എന്തിനാ ഇവളുടെ അടുത്ത് വഴക്കുണ്ടാക്കാൻ പറഞ്ഞത്? എടാ, അത് വേറൊന്നുമല്ല. അവളുടെ കാര്യത്തിന് അച്ഛന് ഭയങ്കര ശ്രദ്ധയാണ്, പിന്നെ ഭയങ്കര സ്നേഹവും. അതുകൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ലോ. എല്ലാം ചേച്ചിക്കാണല്ലോ, സ്നേഹമാണെങ്കിലും എന്താണെങ്കിലും. നിന്റെ വൃത്തിയായിട്ട് എന്തുവാടി ഇത്? കാര്യം പറയുമ്പോ അവള് ഭയങ്കര ഫിലോസഫി ഒക്കെയാ, പക്ഷെ കാര്യത്തോട് അടുക്കുമ്പോ താടക്കണം. ഹലോ, കുറച്ച് ദിവസമായിട്ടേ നീ വല്ലാണ്ട് എനിക്കിട്ടൊന്ന് വെക്കണ്ട കേട്ടോ. ഞാൻ ഒക്കെ കാണുന്നുണ്ട്. ഞാൻ കാണുന്നില്ലെന്നുള്ള വിചാരം നിനക്ക് വേണ്ട. അമ്മ ഇവിടെ എന്തോന്നമ്മ പറയണേ? എനിക്കിതൊന്നും കണ്ടുകൊടുക്കാൻ പറ്റില്ല. ഞാൻ പോണു. പോച്ചെ നേരെ അടുക്കളയിൽ പോന്നു. ലച്ചു, ഒന്ന് അടുക്കളയ്ക്ക് വരണുണ്ടോ? കുറെ പണിയുണ്ട്, അതിനകത്ത് കയറി ഇരിക്കാണ്ട്. എന്ത് എങ്ങോട്ട്? ചേച്ചി, ചേച്ചി വാവലൂർ ചേച്ചി, ചേച്ചി എത്ര നേരം വെച്ചോണ്ട് ചേച്ചി അകത്തേറിയിരിക്കണേ? ചേച്ചി ഇപ്പൊ ഇറങ്ങി പോയിട്ട് അങ്ങോട്ട് തിരിച്ചൊന്ന് മര്യാദക്ക് പുറത്ത് വാ, അല്ലെങ്കിൽ ഞാൻ ഏറെ ഹോളിൽ കൂടെ പുക അടിച്ച് കയറ്റും. പുകച്ച് പുറത്ത് അടിക്കും. ചേച്ചി പുകച്ച് പുറത്ത് അടിക്കണ്ടെങ്കിൽ ഇറങ്ങ്. ചേച്ചി, അമ്മ, അമ്മോയ്. ഇറങ്ങി അവള്. ഇറങ്ങി. അല്ല, അമ്മ വർക്കേരി വല്ലതും പോയാ? പോയി. ചുമ്മാ അല്ല, ലച്ചേച്ചി ഇപ്പൊ അടുക്കളയിലോട്ട് ഓടിയിട്ട് അങ്ങോട്ട് കയറി വന്നായിരുന്നു. എന്തിനോടിയത് ആർക്കറിയാം? ലച്ചേച്ചി, ചേച്ചി എനിക്ക് പഠിക്കാനുള്ള ബുക്ക് ഒത്തും അതിനകത്തിരിക്കണേ. തുറ ചേച്ചി. അവന്റെ മാത്രമല്ല, എന്റെ ഫുൾ ബുക്ക് തുറക്ക് ചേച്ചി. എനിക്ക് അതിനകത്ത് കയറി കിടക്കണം. വാതിൽ തുറക്ക്. എനിക്കൊന്നും അറിയണം. എന്നെ പേടിച്ച് എത്ര നേരം അകത്തേറി ഇരിക്കുമെന്ന്. മക്കളെ കേശു, നീ ശ്രദ്ധിച്ചോളാം. അവള് ജനൽ വഴി ഇറങ്ങി ഓടിക്കളഞ്ഞ് ഭർത്താവിന്റെ വീട്ടിൽ ചെല്ലും. ജനൽ വഴി അല്ല, ആ ജനല് മൊത്തം കമ്പിയല്ലേ? എടാ, ആ പണം ദീർഘോലിക്ക് എത്ര ഉള്ളൂ. ആ കമ്പി ഇത്ര ഗ്യാപ്പ് മതി ഊർന്ന് പോവാൻ. ഇതെന്ത് പ്രശ്നം? എന്ത് ഇവിടെ പ്രശ്നം എന്താന്ന് അറിയില്ലേ? കൊറേ നേരമായിട്ട് ഒരാൾ റൂം അടച്ചിരിക്കുന്നവര് അറിയാവോ സാറിന്? ഇത് ഇത്ര നേരം തുറന്നില്ലേ? ഇവള് തുറക്കണില്ല. നീ തുറക്കണേ.
തുറ ചേച്ചി. ലച്ചുവേ, പിന്നെ എനിക്ക് അവളൊന്നും കഴിച്ചിട്ടില്ല. വിശക്കുണ്ടാവും, ഞാൻ വിളിക്കാം. മാറ് ലച്ചുവേ, ലച്ചുവേ വിശക്കണ്ടാണ്ട് പുറത്തോട്ടാണ് കൊച്ചേ. അവ ചെറിയിരിക്കാണ്ട് മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാനായിട്ട്. അവക്ക് അച്ഛനെ മാത്രമേ പേടിയുള്ളൂ. മക്കളെ, ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ അച്ഛനടുത്ത് പറഞ്ഞിട്ട് പോയത് കേട്ടാ. അച്ഛൻ വഴക്കൊന്നും പറയൂല. ഇറങ്ങി വാ. മക്കളെ, നിന്നെ കാണാനുള്ള കൊതുകൊണ്ടൊന്നല്ല. നീ അരിയുണ്ട വാങ്ങിച്ചോണ്ട് വാങ്ങിത്താ, അച്ഛൻ കഴിക്കട്ടെ. ചേച്ചി വാതിൽ തുറക്ക് ചേച്ചി. എനിക്കും വേണം അരിയുണ്ട. മക്കളെ, കൊച്ചിടന്ന് വിളിക്കുന്നില്ല, അരിയുണ്ട് ഓർറി. തുറ, നല്ല മക്കള്. എന്ത് ഇങ്ങനെ? ഇതൊന്നും തോർത്തൊക്കെ ഇട്ടോണ്ട് തോർത്തെടുത്തങ്ങ് മാറ്റി. അയ്യോ, അയ്യോ ഇതെന്ത് പറ്റിയതാ? എന്തു മക്കളെ? അലർജി. അലർജിയാ? അലർജിക്ക് എന്ത് ചെയ്ത്? ക്രീം ഫേഷ്യൽ. ക്രീമാ? അയ്യോ, ക്രീം. അവര് ചോദിച്ച അലർജി ഉണ്ടോന്ന്. ആ, ഞാൻ ഇല്ലാന്ന് പറഞ്ഞു. അലർജി ഉണ്ടെന്ന് അവർ ചോദിച്ചു. അപ്പൊ മക്കളില്ലെന്ന് പറഞ്ഞാ? വേറെ ക്രീമായിരുന്നു അലർജി ഇല്ലാത്ത ക്രീം. ചുണ്ടൊക്കെ തടിച്ചു പൊങ്ങി. വേദന വേദന. ആഹാ, ഇതേപോലത്തെ ഒരു ഫോട്ടോ എടുത്തിട്ട് അളിയൻ അയച്ചു കൊടുക്കട്ടെ. ഒറ്റ ചവിട്ടുന്നത് അപ്പത്തോ കിടക്കുന്നു. ആശുപത്രി കൊണ്ടുപോവോ? കൊണ്ടുപോരാ. കൊണ്ട് എന്ത് നല്ല മുഖമായിരുന്നു. കൊണ്ട് ഫേഷ്യൽ. കുട്ടമ്പളെ മോളെ, നീ പറഞ്ഞു കേട്ടു നിന്റെ ഭർത്താവ് കൊണ്ട് പോണില്ല. അവളെ ഭർത്താവ് പൈസ കൊടുത്ത് അവള് ഫേഷ്യൽ ചെയ്യാൻ പോണോടി നിനക്ക്? പോണോ മക്കളെ? ഈ വാങ്ങിച്ച തേച്ച ക്രീമിന്റെ ബാക്കി ഇരിപ്പുണ്ടാ? അവളെ മുഖത്ത് തേച്ചോടാ, അവിടെ പടലം വെന്ത് പൊള്ളിട്ട്. കൊച്ചിനെ ആശുപത്രി കൊള്ളാം. മക്കളെ, അച്ഛനൊരു കാര്യം പറയട്ടാ. സിദ്ധു വീഡിയോ കോളിൽ വരുമ്പോ മക്കൾ അറ്റൻഡ് ചെയ്യല്ല. അവ ഇട്ടിച്ച് ഓടിക്കളയും.